നാളെയല്ല എന്നെ വിളിക്കണം, എന്നിട്ട് നീ കിടന്നാൽ മതി. എന്നെ കണ്ടിട്ട് എനിക്ക് ഉറക്കം വരികയല്ല, സത്യത്തിലെ ബുദ്ധിമുട്ട്. എനിക്ക് അങ്ങോട്ട് ശ്രമിക്കാമല്ലോ. നമസ്കാരം. ഒരുപാട് നന്മമരങ്ങൾ കടപുഴകി വീഴുന്ന കാഴ്ച നമ്മൾ നിരന്തരം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവസാനമായിട്ട് നമ്മൾ കണ്ടത് ഫിലിപ്പ് മമ്പാട് എന്ന മോട്ടിവേഷണൽ സ്പീക്കറുടെ ഒരു അറസ്റ്റാണ്. അദ്ദേഹം മാസ്ക് ഒക്കെ വെച്ച് പോകുന്നത് കാണുമ്പോൾ ഒരുപാട് വിഷമിച്ച മനുഷ്യരുണ്ട്. കാരണം അവരുടെയൊക്കെ മനസ്സിൽ നന്മമരമായി പടർന്ന് പന്തലിച്ച് നിന്ന ഒരു മനുഷ്യനാണ് ഫിലിപ്പ് മമ്പാട്. പക്ഷേ താൻ കാണിച്ച പോക്രിത്തരം പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പിന്നെ പോലീസുകാരെ ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. കേസ് എങ്ങാനും എടുത്താൽ ഞാനങ്ങ് ഇല്ലാതായി കളയുമെന്നുള്ള ഭീഷണിയൊക്കെ പോലീസുകാർക്ക് നേരെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ ഇയാളിങ്ങനെ ചെയ്യുമോ, ഇയാളെ ലഹരി സംഘം കുടുക്കിയതാണോ എന്നൊക്കെ സംശയിക്കുന്ന ആളുകളില്ലേ. സംശയം സ്വാഭാവികമായിരിക്കും. എന്നാലും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് ഇതാരും കൊണ്ട് കൊടുത്ത ഒരു കംപ്ലൈൻ്റ് അല്ല. ഈ അനുഭവിച്ച കുട്ടി വലിയൊരു ചൂഷണം ഇയാളിൽ നിന്ന് നേരിടേണ്ടി വന്ന 16 വയസ്സുകാരി സ്കൂളിൽ കൗൺസിലിങ്ങിനിടെ വെളിപ്പെടുത്തിയ വിവരമാണ് കേട്ടോ. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിവരങ്ങളാണ് ആ പെൺകുട്ടി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജീവനാണ് പ്രാർത്ഥന നോക്കുന്നുണ്ട്. എന്റെ വാട്സപ്പ് നോക്കൂ, എന്നെ ഇഷ്ടമാണ്. അതെന്നെ ഒത്തിരി ഇഷ്ടമാണ്. നീ ഇങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സ്നേഹിച്ചോളാം. ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആദ്യം ഈ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും നോക്കി രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയത്. കാരണം ഒരുത്തൻ്റെ അടുത്ത് സ്വന്തം അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും കൂടെ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ലാത്ത ഈ കാലഘട്ടത്തിൽ ഒന്നും അറിയാത്ത ഒരുത്തൻ്റെ കൂടെ നാട്ടുകാർ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് കണ്ടുള്ള പരിചയം മാത്രം, അല്ലെ കേട്ടുള്ള നന്മമരം എന്ന ഒരു അറിവ് മാത്രം വെച്ച് ഒരുത്തൻ്റെ കൂടെ കൊണ്ട് താമസിപ്പിക്കുക, അയാളെ അങ്ങ് ഏൽപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത്ര വിവരദോഷികളാണോ? ആ അച്ഛനും അമ്മയും വേണം ആദ്യം ശിക്ഷയ്ക്ക് ഇരകളാവാൻ എന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചതാണ്. പക്ഷേ കുറച്ച് കൂടുതൽ വിവരങ്ങൾ ആ പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ ഭാഗത്ത് നിന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കാരണം ഒട്ടും ശബ്ദമില്ലാത്ത ചില മനുഷ്യരുണ്ട്, ഒന്നിനും കഴിവില്ലാത്തവർ, വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നവർ. അത്തരത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. വലിയ രീതിയിലുള്ള ചൂഷണമാണ് നടന്നിരിക്കുന്നത്. ആ കുട്ടിക്ക് പിതാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പഠനത്തിലൊക്കെ പിന്നോക്കം നിന്നതിനെയൊക്കെ തുടർന്ന് ഇയാൾ ഒരു നന്മമര പരിവേഷമാണല്ലോ കിട്ടിയത്. അപ്പോൾ ഇയാളെ വിശ്വസിച്ച് ഇയാളുടെ അടുത്ത് കൊണ്ടാക്കുകയായിരുന്നു. അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്, എനിക്ക് അങ്ങനെ ആ വിഷമമുണ്ട്, എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഈ കുട്ടി കരയുകയും പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരിച്ചവർ കൊണ്ടുപോയതും കൗൺസിലിംഗ് സ്കൂളിൽ കൊടുത്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തറിഞ്ഞതും. അയാൾ വിവാഹമോചിതനാണ്, അയാൾക്ക് സ്വന്തം മക്കളെ നന്നായിട്ട് വളർത്താൻ അറിയില്ലായിരുന്നു, എന്നിട്ട് ഇയാൾ നാട്ടുകാരെ നന്നാക്കാൻ നടക്കുകയാണോ? ആ ഭാഗമൊന്നും നമ്മൾ സംസാരിക്കേണ്ട. ഒരാളിപ്പോൾ അയാളുടെ സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെട്ടെന്ന് കരുതി മറ്റൊരാൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിവില്ല എന്നല്ല എൻ്റെ അർത്ഥം. അതൊന്നും നമ്മൾ പറയണ്ട. പക്ഷെ കാണിച്ചത് വൻ പോക്രിത്തരമാണ്, തോന്നിയാസമാണ്, അതിൽ യാതൊരു സംശയമില്ല. ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഇയാൾ മാസ്ക് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ അതൊക്കെ ഒരു സൂചനയാണ്. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ ഉറപ്പുള്ള ഒരാൾ നല്ല ധൈര്യത്തോടു കൂടി വരുന്ന പ്രതിബന്ധങ്ങളെയൊക്കെ നേരിടും. അതിനെ ഫേസ് ചെയ്യാൻ ഒരു ജാള്യത കാണിക്കില്ല. കാരണം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെന്താണ്? ഈ മാസ്ക് വെച്ച് അറസ്റ്റിലാകുന്ന ആളുകളെ, കുറ്റാരോപിതരെയൊക്കെ നോക്കിയാൽ മതി, പിന്നീട് അവർ കുറ്റവാളികളാണെന്ന് തെളിഞ്ഞിട്ടുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പെൺകുട്ടിയുടെ വീട്ടിലെ സാഹചര്യം ഇതൊക്കെയാണ്. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പെൺകുട്ടികളെ ജ്യോത്സ്യന്മാരുടെ അടുത്തും ഉസ്താദുമാരുടെ അടുത്തും പാസ്റ്റർമാരുടെ അടുത്തും പ്രാർത്ഥനയ്ക്കും മനസ്സ് നന്നാക്കാനും പഠിത്തത്തിൽ മെച്ചപ്പെടാനും ജീവിതം നന്നാക്കാനും ഒക്കെ ആയിട്ട് കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട്. പക്ക വിവരദോഷമാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ജ്യോത്സ്യം കാണിച്ച തോന്നിയാസം കണ്ടല്ലോ. അവിടെയും 10, 16, 17 വയസ്സുള്ള പെൺകുട്ടികളൊക്കെയാണ് ചൂഷണത്തിന് ഇരകളാകുന്നത്. ഈ ജീവിതമൊക്കെ കഴിഞ്ഞവർ, അല്ലെങ്കിൽ ജീവിതം മതിയായവർ, ഇവരെയൊക്കെ ഇങ്ങ് വിശ്വസിച്ച് എന്ത് വേണമെങ്കിലും വീടിൻ്റെ ആധാരം വരെ കൊണ്ട് കൊടുക്കുന്നവരൊക്കെ, മുതിർന്ന ആളുകളൊക്കെ ചെല്ല്. ഈ കൊച്ചു കുട്ടികളെ അവിടെ നിന്ന് കൊണ്ടിടരുത്, അവരുടെ ജീവിതം ഇല്ലാതാക്കരുത്. നമുക്ക് ദൈവത്തെ ഏറ്റവും കൂടുതൽ പേടി വരുന്ന എപ്പോഴാണെന്ന് അറിയാമോ? 24 മണിക്കൂറും പള്ളിയിലും അമ്പലത്തിലും ശയന പ്രദക്ഷിണ, ആ വഴിപാട് ഈ വഴിപാട് ചെയ്തിട്ടും പോരാ, കൊടുത്തിട്ടും പോരാ പൈസ. എന്താ കാര്യം? ഒന്നുമില്ലേ മറ്റുള്ളവർക്ക് ദോഷം ചിന്തിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുന്നുണ്ടാകും. അതിൻ്റെ ഒരു ശിക്ഷ എനിക്ക് കിട്ടരുതേ എന്നുള്ള ആ ഒരു വേവലാതി കൊണ്ടായിരിക്കും ഇത്രയും സമയം അവിടെ ചെന്ന് കിടന്ന് ചെലവഴിക്കുന്നതും. പൂജ, ഹോമം, ദുർമന്ത്രവാദം, പിന്നെന്താണ് കൂടോത്രം, എന്ത് സാധനമൊക്കെയാണോ? ഒന്നും വേണ്ട. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ദൈവമാണ്, ഏത് പ്രപഞ്ചശക്തിയാണ്, പ്രാർത്ഥിക്കുക. എപ്പോഴാണ്? നേരെ വെളുത്ത ഉടനെ പൂജാമുറി കയറി കഥ കടച്ചിട്ട്, അല്ലെങ്കിൽ ഏത് പ്രാർത്ഥനാ മുറിയാണോ അതിനകത്ത് കയറി കഥ കടച്ചിട്ടിരുന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ 24 മണിക്കൂർ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിനെ ശല്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യണമെന്നല്ല പറയുന്നത്. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക. നമുക്ക് ചെയ്യാനുള്ള ജോലി പറമ്പിൽ കിളയ്ക്കുന്നതാണോ, മീൻ പിടിക്കുന്നതാണോ, അല്ലെ തെങ്ങ് ചെത്താൻ കയറുന്നതാണോ, തുണി നെയ്യുന്നതാണോ, തുണി തയ്ക്കുന്നതാണോ, എന്താ നമ്മുടെ ജോലി? ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ഉള്ളിൽ സ്മരിക്കുക, ഒരു നന്ദി പറയുക.
അത്രയും മതി. ആ ഒരു ഓർമ്മ മാത്രം മതി, ഒരു നന്ദി മാത്രം മതി. ഈ പ്രപഞ്ചത്തെ മുഴുവൻ കാക്കുന്ന എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി, ഈ പ്രപഞ്ചത്തെ കോടീശ്വരന്മാരെയും പാവപ്പെട്ടവനെയും ഒരുപോലെ സംരക്ഷിക്കുന്ന ആ ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ചില്ലറ പൈസ അല്ല ആവശ്യം. പ്രപഞ്ചത്തിൽ ഏതൊന്നിനും, എല്ലാ മനുഷ്യരെയും പോലെ പ്രപഞ്ചത്തിലെ ഓരോ ഘടകവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത് നന്ദി മാത്രമാണ്. ഓരോ ദിവസവും എന്തൊക്കെ ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, അതിനൊക്കെ നന്ദിയുള്ളവരായിട്ട് പ്രപഞ്ചത്തിൽ തുടരുക. നമ്മുടെ കർമ്മത്തിനൊപ്പം ആ ഒരു സ്മരണ കൊണ്ടുപോവുക, അത്ര മാത്രമേ ഉള്ളൂ. പുരാണ കഥകളിലൊക്കെ പറയുന്നുണ്ട്, ഏത് സമയവും ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാൾ നരകത്തിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ തൻ്റെ കർമ്മത്തിനൊപ്പം ആ സ്മരണ കൂടി ഉണ്ടായിരുന്ന ആൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ നരകത്തിന്റെ വാതിൽക്കൽ ചെന്ന ആൾ ചോദിക്കുകയാണ്, എന്തൊരു അന്യായമാണിത്, ഞാൻ 24 മണിക്കൂർ നിന്നെ പ്രാർത്ഥിച്ച് തന്നെ ഇരിക്കുകയല്ലേ. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, നീ എന്നെ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ, നിന്റെ ചെയ്യേണ്ട കർമ്മം നീ ചെയ്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ജോലിക്കൊപ്പം അതുകൂടി കൊണ്ടുപോവുക. ഈ മദ്രസയിലൊക്കെ ഉസ്താദുമാരൊക്കെ എത്ര ആൺകുട്ടികളെ ഒക്കെ പീഡിപ്പിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നു. എന്നിട്ടും ഇപ്പോഴും എന്തെങ്കിലും അതിലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശരീരത്ത് ബാധ കയറി ഒരു അസുഖം വന്ന ഉടനെ ആശുപത്രിയിൽ പോകാതെ ജോത്സ്യൻ്റെ അടുത്ത് പോവുക, ഉസ്താദിൻ്റെ അടുത്ത് പോവുക, പിന്നെ പള്ളിയിലല്ലേ പാസ്റ്ററെ കൊണ്ട് തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുക. വെറും അശാസ്ത്രീയമായിട്ടുള്ള രീതികൾ നമ്മുടെ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത് വഴി അവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുക. ഈ പെൺകുട്ടിയെ തന്നെ ശരിയാകാൻ വേണ്ടി കൊണ്ടുവിട്ടു. ഇതിപ്പം ലൈഫ് ലോങ് ഉള്ള ഒരു വലിയൊരു ട്രോമ കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞില്ലേ. അതിനൊക്കെ എന്ത് പരിഹാരമാണ് ഇനിയുള്ളത്? എത്രയൊക്കെ പറഞ്ഞാലും, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചില സമയങ്ങളിൽ ഒരുത്തൻ എത്ര ഒരു മഹാനാണ്, അവനൊരു ദൈവതുല്യനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും വെറും ആണാകുന്ന സമയങ്ങളുണ്ട്, പെണ്ണ് വെറും പെണ്ണാകുന്ന സമയങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളിലെ ദൗർബല്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന സമയങ്ങളുണ്ടാകാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാം ഒരു കൺട്രോളിലാണ് എല്ലാവരും കൊണ്ടുപോകുന്നത്. പക്ഷേ അതെപ്പോൾ നഷ്ടപ്പെടും, അത് നഷ്ടപ്പെടാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട്. കാരണം എല്ലാവരും മനുഷ്യരാണ് എന്നൊരു ബോധം നമുക്കുള്ളിൽ ഉണ്ടാവണം. അതനുസരിച്ചായിരിക്കണം നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്നതും നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചെന്ന് പെടുന്നതും. ഈ നന്മമരങ്ങളെ ആരെ ഒന്നിനെയും വിശ്വസിക്കേണ്ട. ഇദ്ദേഹം മുൻപ് പോലീസ് ഓഫീസർ ആയിരുന്നെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇയാൾ VRS എടുത്താണ് ഇയാളിങ്ങനെ മോട്ടിവേഷണൽ സ്പീക്കറായിട്ട് സ്കൂളുകൾ തോറും നടക്കുന്നത്. കുട്ടികളുടെ ഇടയിൽ പ്രിയപ്പെട്ടവനായി, കണ്ണിലുണ്ണിയായി ആ ഒരു പരിവേഷം കിട്ടിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലേക്ക് അടിച്ച് കസറാം. അദ്ദേഹം തന്നെ പല പ്രസംഗങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്, എൻ്റെ മാസ വരുമാനം ഫേസ്ബുക്കിൽ നിന്ന് മാത്രം ഇത്ര ലക്ഷം രൂപയാണ്, യൂട്യൂബിൽ നിന്ന് മാത്രം ഇത്ര ലക്ഷം രൂപയാണ്, എൻ്റെ ചിത്രങ്ങളും എൻ്റെ സംസാരങ്ങളും ഒക്കെ ഞാൻ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വോയിസ് ഒക്കെ പുറത്തു വന്ന് കണ്ടില്ലേ, എൻ്റെ പൊന്നെ മുത്ത്, നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാമല്ലോ, നിന്നെ കാണാതെ എനിക്ക് ഇരിക്കപ്പുറത്തില്ല, ഇരിക്കാൻ വയ്യ. ആ ശബ്ദത്തിൻ്റെ ടോണൊക്കെ കേട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ പൊതുവേദികളുടെ പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദമാണോ? എല്ലാവർക്കും അങ്ങനെ ഒരു ശബ്ദമുണ്ട്. അപ്പോൾ അത്തരം ശബ്ദങ്ങളിലേക്ക് നമ്മൾ ചെന്ന് പെടാതിരിക്കുക. അത്തരം ശബ്ദങ്ങൾ നമുക്ക് നേരെ ഉയരാൻ ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇങ്ങനെയുള്ളവന്മാരെ കണ്ണടച്ച് ഒരുത്തനെ വിശ്വസിക്കേണ്ട. പിന്നെ ഇങ്ങനെ സ്വയം വഴിതെളിച്ച് വന്ന ചില മോട്ടിവേഷണൽ സ്പീക്കർമാരും നന്മ മരങ്ങളൊക്കെ ഇല്ലേ, അവരെ ഒന്നും ഒട്ടും വിശ്വസിച്ച് അവരുടെ മുന്നിലോട്ട് നമ്മൾ ആരും ചെന്ന് പെടണ്ട. ഏതെങ്കിലും വിധത്തിലുള്ള ചൂഷണത്തിന് അവരെപ്പോഴും റെഡി ആയിട്ടിരിക്കും. നമ്മളെ ചൂഷണം ചെയ്യാൻ, സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ വൈകാരികമായിട്ടോ ഒക്കെ ചൂഷണം ചെയ്യാനുള്ള ഒരു ത്വര അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. സാഹചര്യം അനുകൂലമായാൽ അവരത് ചെയ്യുകയും ചെയ്യും. അങ്ങനെയുള്ള ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. മുരാരി എന്ന് പറഞ്ഞൊരു തന്ത്രി കാണിച്ചു കൂട്ടിയ ഓരോ വെകുൾത്തരമൊക്കെ കണ്ടില്ലേ? എന്തൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ ഇട്ട്, എന്തൊരു വെറുപ്പീരാണ്. യഥാർത്ഥ ജ്യോത്സ്യന്മാരാണ് ഇവരൊക്കെ. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങളെക്കുറിച്ചും നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുള്ളവരുണ്ട്. അവരൊന്നും പക്ഷേ ഒരു 10-15 പവൻ്റെ മാലയും കഴുത്തിലിട്ട് ചുമ്മാ കോമാളിത്തരവും കാണിച്ച് സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റിയും കൊടുത്ത് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ട് അതിൽ ഓൺലൈനായിട്ട് പൂജ ചെയ്തു തരാമെന്നും പറഞ്ഞൊന്നും നടക്കുന്നില്ല. സന്യാസി വര്യന്മാർ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അവരാരും പക്ഷെ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരല്ല, ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നവരുമല്ല. അതുപോലെ തന്നെ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട എല്ലായിടത്തും കള്ളന്മാരുണ്ട്. നല്ല ആളുകൾ, ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയാവുന്ന ആളുകൾ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. കൂടുതലും കള്ളന്മാരാണ്. പത്രമൊക്കെ എടുത്തൊന്ന് നോക്കിയാൽ മതി, എന്തുമാത്രം പരസ്യമാണ്. മനുഷ്യർ ഇത്ര ഒരു വിവരദോഷികൾ ഇത്രയും മലയാളികൾ ഉണ്ടോ എന്നാണ്. ജീവിതത്തിലെ കടബാധ്യതകൾ തീരാൻ ഒരു പൂജ നടത്താൻ അടുത്ത കടം വാങ്ങിച്ചുകൊണ്ടാണ് കൊണ്ട് കൊടുക്കുന്നത്. അത് ലക്ഷക്കണക്കിന് രൂപ. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഇടയ്ക്ക് അവരെന്തെങ്കിലും ഒരു മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പെരുമാറ്റ വൈകല്യമൊക്കെ കാണിച്ചാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ കൊടുക്കണ്ടേ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും വേണം. അത് കൃത്യമായിട്ട് പഠിച്ച ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ദൗർഭാഗ്യവശാൽ നമുക്കൊരു പുരുഷ ഡോക്ടറെ സമീപിക്കാൻ നമ്മളൊന്ന് പേടിക്കേണ്ട കാലം കൂടിയാണ്. അത് പഠിച്ചവരാണെങ്കിൽ പോലും പരമാവധി ലേഡി ഡോക്ടർമാരെ നിങ്ങൾ സമീപിക്കാൻ തയ്യാറാകുക. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച ആളുകളുടെ അടുത്ത് മാത്രം നമ്മുടെ കുട്ടികളുടെ മനസ്സും തലച്ചോറും കൊണ്ട് വെക്കുക. അവരുടെ കയ്യിലാണ് പിന്നീട് അത്.
പരമാവധി അങ്ങനെ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നതിലേക്കൊന്നും എത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. അതൊക്കെ വളരെ റെയറായിട്ടേ അതിൻ്റെയൊക്കെ ആവശ്യം വരുന്നുള്ളൂ. നമ്മുടെ ഓരോ വീട്ടിലെ സാഹചര്യവും സംസ്കാരവും രീതികളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ കുട്ടിക്ക് ഏത് രീതിയിലാണോ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്നത് ആ ഭാഷയിൽ അത്രയും ലളിതമായിട്ട് പേരൻസിനോ വീട്ടിലുള്ള മുതിർന്നവർക്കോ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാം. അവരെ നിരീക്ഷിക്കുക. അവരുടെ പെരുമാറ്റത്തിൽ തുടക്കത്തിൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്ന അളവിലൊരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. നമുക്കതിനൊന്നും സമയമില്ല. ഈ നമ്മളിങ്ങനെ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറയുന്നത് വെറുതെ അല്ല. ഇതെല്ലാം വന്നതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒതുങ്ങാതെ വരുമ്പോൾ ഇത് എവിടെ കൊണ്ടുപോയി ശരിയാക്കുമെന്നും പറഞ്ഞ് ഇങ്ങനെ പരിഭ്രാന്തി പിടിച്ചിങ്ങനെ നടക്കുകയാണ് നമ്മൾ. അവസാനം കൊച്ചിനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് തൊലയ്ക്കും. അതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാനും നമ്മുടെ കുട്ടികൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ച് കൊടുക്കാനും ഏറ്റവും പ്രാപ്തിയുള്ളത് നമ്മൾ തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കുക. ഒരു നന്മ മരത്തെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട. തരം കിട്ടിയാൽ എല്ലാവിധ തോന്നിയാസങ്ങളും കാണിക്കാൻ റെഡിയായിട്ട് നിൽക്കുന്നവന്മാരാണ് ഇവന്മാരൊക്കെ. ആ ഒരു മുൻവിധി നമ്മുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് പോകേണ്ടി വന്നാലും പോവുക. പറഞ്ഞതുപോലെ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സാഹചര്യമായിപ്പോയി. നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് ചെറുതായിരിക്കും. 10, 16 വയസ്സോ 17 വയസ്സോ 18 വയസ്സായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് 3 വയസ്സുകാരിയൊക്കെ ആയിരിക്കും. പക്ഷെ വേറൊരുത്തൻ, ഒരുത്തൻ, നമ്മളുമായിട്ട് രക്തബന്ധമില്ലാത്ത, ഒരു പരിചയമില്ലാത്ത ഒരുത്തൻ്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ മുന്നിൽ കാണുന്നത് അവളുടെ ലൈംഗികാവയവങ്ങൾ മാത്രമായിരിക്കും. അപ്പം അങ്ങനെയുള്ള മനുഷ്യരുടെ മുന്നിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നമ്മൾ പോകുന്നത്. ഈ കുട്ടികൾക്കൊന്നും അറിയില്ല. ആ കുട്ടിയാണെങ്കിൽ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു പക്വതയോ ഒരു കഴിവോ പ്രതികരണശേഷിയോ പോലും ഇല്ലാത്ത ഒരു കുട്ടി. എത്ര മഹാഭാവമാണ് ചെയ്തത്. ഏതായാലും അയാളൊക്കെ ചെയ്ത തെറ്റിൻ്റെ കൃത്യമായിട്ടുള്ള ശിക്ഷ അയാൾക്ക് കിട്ടട്ടെ. പ്രത്യേകിച്ച് പോലീസ് ഫോഴ്സിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. എത്ര പേരെ ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ടായിരിക്കുമെന്നൊന്നും നമുക്കറിയില്ല. ഫോൺ കോളുകളൊക്കെ ഇങ്ങനെ പല വോയിസുകളും ഒക്കെ പുറത്ത് വരുന്നുണ്ട്. കൊച്ചു കുട്ടികളൊക്കെയാണ് ഇയാളുടെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള ദൗർബല്യങ്ങളൊക്കെ കുട്ടികളാണെങ്കിൽ ഇവരോട് പങ്കുവയ്ക്കും, പെൺകുട്ടികളൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് ആരെങ്കിലുമൊക്കെ ഇനി ചൂഷണം ചെയ്തിട്ടുണ്ടോ, ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ, പിന്നെ സ്നേഹം കിട്ടാതെ വളരുന്ന കുട്ടികളെന്ന് അവർ സ്വയം ചിന്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. ഇളയൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഒരു മിഠായി കൂടുതൽ പേരൻസ് കൊടുത്താൽ എന്നോട് ആർക്ക് സ്നേഹമില്ല, ഞാനിവിടെ അധികപ്പറ്റ എന്ന് ചിന്തിക്കുന്ന ഒട്ടും പക്വതയില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലും സ്വഭാവ വൈകല്യങ്ങൾ കാണിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാമഭ്രാന്തന്മാരുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ അവന്മാരിത് ചൂഷണം ചെയ്യും. ഞാൻ സ്നേഹിക്കാം, ഞാനില്ലേ നിന്നെ സ്നേഹിക്കാൻ, ഞാൻ സ്നേഹിച്ചോളാം, ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിൽ പയ്യെ ചൂഷണം ചെയ്യാൻ തുടങ്ങും. പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോഴായിരിക്കും കുട്ടിക്ക് മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതും സഹിക്കാൻ കഴിയാതെ വരുന്നതും. ആരോടെങ്കിലും പറയാൻ സാഹചര്യമുള്ളപ്പോൾ ചിലർ പറയും, ചിലർ അതോടുകൂടി സ്വയം അവസാനിച്ചെന്ന് വരാം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരുത്തൻ്റെ അടുത്ത് ഒരു കാരണവശാലും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകരുത്. അവരുടെ ജീവിതം തൊലയ്ക്കരുത്.